ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളെ എല്ലാവർക്കും പോകേണ്ട ദിവസമാണ്, ജോലിക്ക് പോകേണ്ട ദിവസമാണ്. എനിക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, ചേട്ടായിക്ക് ജോലിക്ക് പോകണം. അപ്പം തലേ ദിവസം കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെ ഞാൻ നടത്തി വെക്കുവേ. രാവിലെ അത്ര എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം തന്നെ ഞാൻ അത്യാവശ്യം ആ ഒരാഴ്ച എന്തൊക്കെയാണ് റെഡിയാക്കേണ്ടത് എന്നൊക്കെ ഞാനൊന്ന് ആലോചിച്ച് വെക്കാറുണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറിച്ച് വെക്കാറുണ്ട്. കാരണം രാവിലെ എണീറ്റല്ലേ വൈകുന്നേരം നമുക്ക് ഒത്തുനേരം ഇങ്ങനെ നാളെ എന്തുണ്ടാക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കാനൊന്നും സമയം കിട്ടത്തില്ല. അതുപോലെ തന്നെ രാവിലെ എണീറ്റിട്ട് ഇനി എന്നാ കറി വെക്കണ്ടേ എന്ന് ആലോചിച്ച് നിൽക്കാനൊന്നും സമയം കിട്ടില്ല. എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഓടിച്ചെടുക്കാൻ പറ്റും. ഒരു സെക്കൻഡ് പോലും നമുക്ക് വേസ്റ്റ് ആക്കാനില്ല രാവിലെ. അപ്പോൾ വൈകുന്നേരം കുറച്ച് കാര്യങ്ങളൊക്കെ തട്ടിക്കൂട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ അത്രയും പണി എളുപ്പമായിരിക്കുമേ. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ കുറേ സമയം എനിക്ക് കിട്ടാറുണ്ട്. എനിക്ക് ആഹാരം കഴിക്കാൻ ഒരിക്കലും സമയം കിട്ടാറില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് കുറേ നാളുകളായിട്ട് ഞാൻ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ എനിക്ക് ആഹാരമൊക്കെ കഴിക്കാൻ സമയം കിട്ടാറുണ്ട്. എൻ്റേതായ കാര്യങ്ങൾക്ക് എനിക്ക് കുറച്ച് സമയമൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് എല്ലാ ദിവസവും ജോലിക്ക് പോകേണ്ട തലേ ദിവസം ഞാൻ എല്ലാ കാര്യങ്ങളും ഓർഡറായിട്ട് കുട്ടികളുടെ ഡ്രസ്സും ബാഗ് എല്ലാം ഞാൻ അവരെ കൊണ്ട് പറഞ്ഞെടുപ്പിച്ച് വെക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ഓർഡറായിട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കാറുണ്ട്. രാവിലെ അത്ര എളുപ്പമായി പോകുമല്ലോ എന്ന് വിചാരിച്ചപ്പം ഞാൻ വിചാരിച്ചു നാളെ സോയ ചങ്ക്സ് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. ഫ്രൈ അല്ലൊരു കറിയായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മോരുകറി വെക്കാമെന്ന് വിചാരിച്ചു. മോര് കട്ടത്തൈരാണേ, അപ്പം മോരുകറി ഇച്ചിരി കുറുകിയിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടം. ഒത്തിരി ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്ന ഇഷ്ടമില്ല. അപ്പോൾ ഇച്ചിരി കുറുകിയ മോരുകറിയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ മോരുകറി വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് മോള് വന്നു. അവൾ ഹോംവർക്ക് ചെയ്തതിൽ സൈൻ ചെയ്യണം. പിന്നെ ടെസ്റ്റ് പേപ്പർ എന്തോ ഉണ്ടായിരുന്നു, അതിൻ്റെ മാർക്കുകളുണ്ട്, അതിൽ സൈൻ ചെയ്തുകൊണ്ടൊക്കെ പോകണേ. അപ്പോൾ അതിനിടയ്ക്ക് അവളൊന്ന് വന്നായിരുന്നു. പിന്നെ ഞാൻ വേഗം തേങ്ങയൊക്കെ അരിച്ച്, അപ്പോൾ ആദ്യം ഞാൻ അത്യാവശ്യം മോര് കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഒരു ഇച്ചിരി തൈരൊഴിച്ച് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കും. പിന്നെ ബാക്കി തൈരും കുറച്ച് വെള്ളം ഉപ്പും ഒഴിച്ച് വീണ്ടും ഒന്നുകൂടെ അടിച്ചെടുക്കും. അപ്പോൾ നമുക്ക് നല്ല കുറുകി കിട്ടും. പിന്നെ ഒരു അല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്ക് പയ്യൊന്ന് ചൂടാക്കി എടുത്തിട്ട് കടുക് വറുത്തിട്ടാൽ മതി. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട്. ചില ദിവസം നല്ല മടിയുള്ള ദിവസങ്ങളിലൊക്കെയാണ് ഞാൻ ഈ മോരുകറി പോലുള്ള ഈ ഒത്തിരി അരിയലും പെറുക്കലും ഒന്നും ഇല്ലാത്ത സാധനങ്ങൾ തന്നെ വെക്കും മടിയുള്ള ദിവസങ്ങളിൽ. അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യാഴികയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള എളുപ്പ വഴികളൊക്കെ നോക്കാറുണ്ട് കേട്ടോ. ഈസി ആയിട്ട് എന്ത് ചെയ്യാമെന്ന് വിചാരിക്കുവേ. അപ്പോൾ പിന്നെ ചൂടുവെള്ളം ഒഴിച്ചിടുവാണ് അരിക്കകത്ത്. അല്പനേരം ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിടുള്ളൂ. അത്യാവശ്യം തിളച്ച പോലത്തെ വെള്ളം ഞാൻ കുറച്ച് നേരം ഒഴിച്ചിടാറുണ്ട്. എന്നിട്ട് ഞാൻ അരി കഴുകിയിടാറുള്ളൂ. ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഒരുപക്ഷെ. ഇങ്ങനെ കുറേ തയ്യാറെടുപ്പുകളൊക്കെ നടത്തി വെച്ചാലേ അവരുടെ കാര്യങ്ങളും കൂടെ ഓടിക്കിട്ടത്തുള്ളൂ. പലപ്പോഴും അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. കുട്ടികളെ റെഡിയാക്കണം, അവർക്ക് ലഞ്ച് പാക്ക് ചെയ്യണം, ഹസ്ബൻഡിന് ജോലിക്ക് പോകാനുണ്ടാവും. അപ്പോൾ ഈ തിരക്കുകൾക്കെല്ലാം ഇടയിൽ നമുക്ക് ഒരിത്തിരി സമയം കിട്ടണമെങ്കിൽ നമ്മുടെ പണികളൊക്കെ നമ്മളൊന്ന് അല്പം ടൈം അനുസരിച്ച് ഒന്ന് ഓർഡറാക്കി എടുത്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനും അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇച്ചിരി നേരമൊക്കെ നമുക്കും നമ്മുടേതായ സമയമൊക്കെ വേണ്ടേ. എപ്പോഴും തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരുന്നാൽ മതിയോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓർഡറാക്കി വെക്കുമ്പോൾ നമുക്ക് നല്ല ഉപയോഗപ്രദമാണ് കേട്ടോ. ഇതൊക്കെ ജോലിക്ക് പോകുന്ന എല്ലാവരും തന്നെ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ അവരുടെ ദിവസങ്ങൾ അവർ ഓടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളങ്ങ് പറയുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ സോയ ചങ്ക്സിനകത്ത് അതിൻ്റെ മസാലകളൊക്കെ ചേർത്ത് ഉപ്പുമൊക്കെ ചേർത്ത് നന്നായിട്ട് പുരട്ടി അതൊരു പാത്രത്തിലടച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പോവുകയാണേ. മിക്സി രാവിലെ ആകുമ്പോഴത്തേനും അതിലേക്ക് മസാലയൊക്കെ പിടിച്ചിരുന്നുള്ളൂ. അപ്പം നമുക്ക് എളുപ്പമുണ്ട്, പെട്ടെന്ന് കറിയാക്കി എടുക്കുകയും ചെയ്യാവേ. അപ്പോൾ അരി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അരിപ്പരുവ് ഒന്ന് മാറി കഴിയുമ്പോഴത്തേനും ഞാൻ റൈസ് കുക്കറിലേക്ക് മാറ്റിയേ. ഇനി രാവിലെ നന്നായിട്ട് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുമ്പോഴത്തേനും നമുക്ക് തടയിലിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ചോറ് കിട്ടും കേട്ടോ. അപ്പം മോരുകറി വെക്കാനുള്ള പരിപാടി തുടങ്ങി. പെട്ടെന്ന് നമുക്ക് ഈ മോരുകറി റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒത്തിരി എളുപ്പമാണേ. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചത് മോരും ആ ഒരു തൈരും തേങ്ങയൊക്കെ ചേർത്ത് നമ്മൾ അരച്ച് വെച്ചത് അടുപ്പിലേക്ക് ചട്ടി ഒന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് ഒഴിച്ച് കൊടുക്കും. പിന്നെ അത് കുറച്ചുകൂടി വെള്ളവും ചേർത്ത് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക. നന്നായിട്ട് ചൂടായി വരുമ്പോൾ തിളക്കരുത്, നന്നായിട്ട് ചൂടായി വരുമ്പോൾ ചട്ടി അടുപ്പത്ത് നിന്ന് മാറ്റുക. പിന്നെ നമ്മൾ ഈ മൺചട്ടിയിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ വാങ്ങി വെച്ചാലും ചിലപ്പോൾ അതിൻ്റെ ചൂടാറി വരാൻ കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ വാങ്ങി വെച്ചേക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ തീ ഓഫ് ചെയ്താലും അത് ചിലപ്പോൾ ഇങ്ങനെ തിള വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പിരിഞ്ഞു പോകുമേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇടുക, അല്പം ഉലുവ ഇടുക, വറ്റൽമുളക്, കറിവേപ്പില ഒക്കെ ഇട്ട് കുറച്ച് ഉള്ളി, ഒരു 3-4 ഉള്ളി
ഒക്കെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയിട്ട് മൂപ്പിച്ചെടുത്ത് നമുക്ക് മോര് കറിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ അത് തലേന്ന് മോര് കറിയൊക്കെ വെച്ച് വെച്ചാൽ പിറ്റേ ദിവസം നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. പാകത്തിന് പുളി ഉപ്പൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. മോര് കറി വെക്കുന്ന ദിവസം എല്ലാം തന്നെ ഞാൻ തലേന്ന് തന്നെ റെഡിയാക്കി വെക്കാറുണ്ട് കേട്ടോ. അത് ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം അങ്ങനെയുള്ള കറികളൊക്കെ മീൻ കറി മോര് കറിയൊക്കെ തലേന്ന് തന്നെ റെഡിയാക്കി വെക്കുവേ. അങ്ങനെ അപ്പോൾ മോര് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അത്യാവശ്യം അടുക്കളയിലെ കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസത്തേക്കുള്ളതെല്ലാം തന്നെ അത്യാവശ്യം ഓർഡറാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം കിച്ചണെല്ലാം പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി പെറുക്കി എല്ലാം ക്ലീനാക്കി ഇട്ടിട്ട് ഞാൻ കിച്ചണിൽ നിന്ന് കയറിപ്പോകുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ നമുക്കതൊന്നും ചെയ്യാനുള്ള സമയമില്ലല്ലോ. അങ്ങനെ അത്യാവശ്യം അടുക്കളയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി ഒരാളിവിടെ പഠിക്കലാണ് കേട്ടോ. ABCD ഏതാണ്ടൊക്കെ എഴുതി പഠിക്കുന്നു. മൂത്തവളും ഇവിടെ ഇരുന്ന് പഠനമാണ്. ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ സംശയമൊക്കെ ചോദിക്കാനും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരും. രണ്ടുപേരും പഠിത്തം. അപ്പോൾ കുളി കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് ചീവി ജടയൊക്കെ കളഞ്ഞിട്ടേ ഞാൻ കിടത്താറുള്ളൂ. കാരണം രാവിലെ എണീറ്റ് മുടി കെട്ടാനൊക്കെ അല്ലെങ്കിൽ സമയം എടുക്കുമല്ലോ. അതുകൊണ്ട് വൈകുന്നേരം തന്നെ ഞാൻ ആ മുടിയൊക്കെ ചീവി കെട്ടി വെച്ചേക്കുവേ. അപ്പോൾ രാവിലെ നമുക്ക് എളുപ്പമുണ്ടല്ലോ. മുടിയും കൂടെ ചീവി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുമോള് കിടന്ന് ഉറങ്ങിക്കോളും. മൂത്തവൾക്ക് കുറച്ച് എന്താണ്ടൊക്കെ കുറേയും കൂടെ എഴുതാനും പെറുക്കാനും ഒക്കെ ഉള്ളതുകൊണ്ട് അവളവിടെ ഇരുന്ന് പഠിക്കുവാണ്. അപ്പോൾ ഇവളെ കൊണ്ട് കിടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അവളുടെയും ബാഗും കാര്യങ്ങളും എല്ലാം തലേന്ന് തന്നെ യൂണിഫോം, ഇടാനുള്ള സോക്സ്, ടവൽ എല്ലാ കാര്യങ്ങളും തലേന്ന് തന്നെ റെഡിയാക്കി വെക്കുവേ. അപ്പോൾ അവളുടെ പണി തുടങ്ങിയിട്ടുണ്ട്. സ്ലേറ്റൊക്കെ ആദ്യം എടുത്തുകൊണ്ട് വന്നപ്പോൾ സ്ലേറ്റിലെല്ലാം എഴുതി വെച്ചേക്കുമായിരുന്നു. ഞാൻ പിന്നെ അത് ഇച്ചിരി ഇതൊക്കെ ഇട്ട് വെള്ളമൊക്കെ തുടച്ചു കൊടുത്തു. അപ്പോൾ അതൊക്കെ അവൾ തന്നെ റെഡിയാക്കി വെക്കുവാണ്. അവളെക്കൊണ്ട് തന്നെ ഞാനതെല്ലാം ചെയ്യിക്കും. അല്ലെങ്കിൽ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ ഇതെടുക്കുമെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് തന്നെ സംശയമാകുമേ. അപ്പോൾ ഞാൻ അവരെ കൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും എടുപ്പിച്ച് വെക്കും ഓരോ ദിവസത്തേക്കുള്ളത്. ടൈം ടേബിൾ അനുസരിച്ച് ബുക്കും പുസ്തകമൊക്കെ ആണെങ്കിലും ഓരോ ബുക്കും അവർ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തെടുത്ത് വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസം സ്കൂളിൽ ചെല്ലുമ്പോഴാണെങ്കിലും ടീച്ചേഴ്സിന് ബുദ്ധിമുട്ടില്ല. അവർ തന്നെ സ്വന്തമായിട്ട് അവരുടെ ബുക്കുകളൊക്കെ കൃത്യമായിട്ട് ഇപ്പോൾ ഇംഗ്ലീഷ് നോട്ട് ബുക്കാണ് ഇംഗ്ലീഷ്, മാത്സ് ആണെങ്കിൽ മാത്സ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എടുക്കാൻ ശരിക്കും. അപ്പോൾ എല്ലാ ടൈം ടേബിൾ അനുസരിച്ച് LKG ചേർന്ന നാൾ മുതൽ അവൾ തന്നെയാണ് കേട്ടോ എടുത്ത് വെക്കുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ അവർക്ക് ഇംഗ്ലീഷിൻ്റെ ബുക്ക് ഏതാ മാത്സിൻ്റെ ബുക്ക് ഏതാന്നൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ. പിന്നെ യൂണിഫോം നാളെ ട്രാക്ക് സ്യൂട്ടാണ്. അപ്പം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ യൂണിഫോം ട്രാക്ക് സ്യൂട്ടാണ്. അപ്പോൾ ട്രാക്ക് സ്യൂട്ടൊക്കെ എടുത്ത് വെച്ചു. അത്യാവശ്യം എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുവാണ്. സോക്സ് സാധനങ്ങളെല്ലാം എടുത്ത് ഇപ്പോൾ സ്കൂൾ തുറന്നതുകൊണ്ട് പുസ്തകങ്ങളൊന്നും കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. സ്ലേറ്റ്, റഫ് ബുക്ക്, ലഞ്ച്, വാട്ടർ അത്രയൊക്കെ മതിയേ. പിന്നെ ഞാനും എൻ്റെ ബാഗൊക്കെ എടുത്ത് റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ അവളെന്തോ സംശയം ചോദിക്കുമെന്ന് അതിനോട് പറഞ്ഞൊക്കെ കൊടുക്കുവാണ്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും എടുത്ത് വെച്ചു. മൂത്തവൾ അവളുടെ ബാഗെല്ലാം റെഡിയാക്കി തന്നെ റെഡിയാക്കി വെച്ചോളൂ കേട്ടോ. പിന്നെ അവളുടെ പഠനം തീർന്നിട്ട് അവൾ പഠനമാണ്. വൈകുന്നേരം എന്തെങ്കിലും എഴുന്നേറ്റ് പഠിക്കുകയുള്ളൂ. രാവിലെ തണുപ്പൊക്കെ ആയിട്ട് എണീക്കാൻ ഭയങ്കര മടിയാണ് അവൾക്ക്. മൂത്തവൾ രണ്ടുപേരും അതെ രാവിലെ വലിയ പഠനത്തിനൊന്നും ഇരിക്കാറില്ല. ഇരുന്നാലും ഉറക്കമൊക്കെ പിന്നെ നോട്ട്സ് എന്തെങ്കിലുമൊക്കെ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ രാവിലെ ചെയ്യും. അല്ലാണ്ട് പഠനത്തിനായിട്ട് രാവിലെ സമയം അധികം അവൾ പറയുന്നത് വൈകുന്നേരം പഠിച്ചാലേ അവൾ പഠിക്കത്തുള്ളൂ. രാവിലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും തലയിലിരിക്കത്തില്ല, ഉറക്കം തൂങ്ങിയിരിക്കുന്നു. അപ്പോൾ മാക്സിമം അവൾ വൈകുന്നേരം തന്നെ പഠനം തീർക്കും. അപ്പോൾ അടുത്ത ആൾ കുരിശുവരെയൊക്കെ കഴിഞ്ഞ് പയ്യെ ഉറങ്ങാൻ പോവുകയാണേ. കുരിശുവരെ തെറ്റിപ്പോയപ്പം വീണ്ടും വരപ്പിക്കുന്നത്. അപ്പോൾ കുരിശുവരെയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ആ ഈശോയുടെ രൂപം എപ്പോഴും അവരുടെ തലയുടെ പരിസരത്ത് എവിടെയെങ്കിലും കാണും കേട്ടോ. അതിനൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടേ അവർ കിടക്കാറുള്ളൂ രണ്ടുപേരും. അപ്പോൾ രണ്ടുപേരും കൂടി ഇവിടെയാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.